പാലക്കാട് വിദ്യാഭ്യാസ ജില്ലകളിലെ മേധാവികളായിട്ടുള്ള ബഹുമാന്യരായ PO സാർ, ഡയറ്റിലെ ബഹുമാനപ്പെട്ട ഫാക്കൽറ്റി, ഡയറ്റിലൂടെ ഫാക്കൽറ്റി, എൻ്റെ സുഹൃത്തുമായിട്ട് പ്രിയപ്പെട്ട ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായയുടെ തിരക്കിലാണ്. ഇന്നെന്താ നമ്മള് വൈകുന്നേരം വരെ നമ്മുടെ സ്കൂൾ സംബന്ധമായ, അതുപോലെ നമ്മളെ സംബന്ധിക്കുന്ന, നമ്മുടെ സർവീസിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളുമായി നമ്മൾ അപ്പൊ ഇന്ന് ഇവിടെ പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സാറിനെ കണ്ടത്. ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന സാറാണ് അദ്ദേഹം. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് എന്നെ ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് DO ജയരാജൻ സാർ വിളിക്കുന്നത്. അങ്ങനെ സെഷൻ ഉണ്ട്, അതിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവർ, പ്രധാന അധ്യാപകരായ എല്ലാവർക്കും ഒരുപാട് റോളുകൾ ചെയ്യാനുള്ള കാര്യം നമുക്കൊക്കെയാണ്. അറിയാം, ഒരു LPSC പ്രധാന അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോകണം അതിനെ കുറിച്ച് അറിയാം. അതിനേക്കാൾ ജോലികളാണ് ഹൈസ്കൂളിലെ പ്രധാന. അവരെ സഹായിക്കുന്നവർക്കും ഒക്കെ ഉണ്ട്. എങ്കിലും ഒരുപാട് ഭാരിച്ച ചുമതലകളിലൂടെ അവർ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് നമ്മൾ പലതരത്തിലുള്ള ദൂരീകരിക്കും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഇത്തരത്തിലുള്ള കൂടിയിരിക്കലുകൾ വളരെയധികം ഉപകാരമായിരിക്കുന്നത് യാതൊരു തർക്കമില്ല. ജനുവരി 9 എനിക്ക് ഭാഗ്യം കിട്ടി. ഘടിപ്പിച്ച പ്രധാന അധ്യാപകരുടെ 4 ദിവസം തിരുവനന്തപുരത്ത് പങ്കെടുക്കാൻ എനിക്ക് ഒരു അവസരമുണ്ട്. അവിടെ മറ്റു ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഇനിയും ഒരുപാട് ചെയ്യുവാനുണ്ട് എന്നുള്ള തോന്നലുണ്ടായിരുന്നു. തോന്നൽ നമ്മളിൽ ജനിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. എനിക്ക് അവിടെ മനസ്സിലായ ഒരു കാര്യം, ഇപ്പോഴും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് നമ്മളെ ജയിപ്പിക്കുന്നതാണ്. ഇമ്പാക്ട് ഉണ്ടായാൽ നമ്മൾ എന്ത് ശ്രമിക്കും? തീർച്ചയായിട്ടും ഒരു ക്ലാസ് ഒരു കട്ടി വെച്ച് ഓട്ടോമാറ്റിക്കായി നമ്മള് മറുഭാഗത്ത് വെച്ച് ഈക്വലൈസ് ചെയ്യാൻ ശ്രമിക്കും. ഒരു ഇമ്പാക്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ, അങ്ങനെ അത് എത്തിക്കഴിയുമ്പോൾ വീണ്ടും ഒരു ഇമ്പാലൻസ് ക്രിയേറ്റ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് നമുക്ക് ഉണ്ടാകും. നമുക്കിവിടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നു പോകാം. നമ്മളെല്ലാവരും ടെസ്റ്റൊക്കെ പാസ്സായി വന്ന ആളുകളാണ്. എല്ലാവർക്കും ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി നമ്മളെടുത്ത നന്നായിട്ട് അറിയാം അല്ലെ. KSR, ഫിനാൻഷ്യൽ ബഡ്ജറ്റ് മാനുവലും ട്രഷറി കോഡും KER ഒക്കെ പഠിച്ച കാര്യം ആലോചിച്ചു. ഇതിലിപ്പോ ഈ അടുത്ത് ടെസ്റ്റ് പാസ്സായ ആൾക്കാരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപോക്കാം. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിട്ട് അല്ലേ മുൻപ് കാലത്ത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എഴുതി. ബാക്കിയുള്ളവർ ഈ 2 തരത്തിലുള്ള ടെസ്റ്റ് ആയിട്ടുള്ളൂ. ഒന്നുകിൽ ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. ഇപ്പൊ ഒബ്ജക്റ്റീവ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഈ പുസ്തകത്തിൽ മുക്കും മൂലയെ കുറിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നന്നായിട്ട് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഡിപ്പാർട്ട്മെന്റ് ചോദിച്ച ഒരു ചോദ്യമായി കുറച്ചു കാലം വളരെ സിമ്പിൾ, ലീവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ. ജോലി കിട്ടിയ പിന്നെ എന്ത് വേണം? ജോലി കിട്ടിയിട്ട് വേണം പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ? ഒരു ലീവ് എടുക്കണം അല്ലേ.
അപ്പൊ നമുക്ക് സംഭവമോ കാര്യങ്ങളൊക്കെ തന്ന് നമ്മള് ലീവിന് പോകും. ഇങ്ങനെയായിരുന്നു, a lady engineer who was in PW department of lady engineer acquired leave by 12C appendix 12C leave and went to her husband who is away. 99 December 28, she gave a birth to a daughter. 99 ഡിസംബർ 28 എന്ത് ചെയ്തു? ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത കുട്ടിയാണ്. And the expiry of the leave, they returned. 99 ഡിസംബർ 28-നാണ് 2000 ജനുവരി 1 തിരിച്ചു പോകും. രണ്ടുപേരും ജോയിൻ ചെയ്തു. And the lady applied for paternity leave. What will be the action taken by the leave sanctioning authority? 29 ഡിസംബർ 28-ന് കുഞ്ഞിന്റെ ജനനം ഉണ്ടായി. ലീവ് എക്സ്പയറി ആയി. 2 തിരിച്ചുകൂടെ ഒന്ന് ജോയിൻ ചെയ്തു. 1-ാം തീയതി അടുത്ത വർഷം 1-ാം തീയതി ജോയിൻ ചെയ്തു. And the lady applied maternity leave and employee and the husband applied maternity leave. What will be the action taken by the leave sanction authority? അനുവദിച്ചു കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം അല്ലേ? യെസ്. മറ്റെന്തെങ്കിലും എന്താണ് വെച്ച് കൊടുക്കണം? അനുവദിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പൊ പെറ്റേണ്ടി കൊടുക്കണം, അത് തീർച്ചയായും കൊടുക്കണം അല്ലേ? അതെ, ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലേ പറഞ്ഞല്ലോ, പേരെല്ലാം വേണ്ടിയാണോ? അപ്പൊ ഇങ്ങനെ നമ്മള് ഇറങ്ങാറില്ല. കുറേയേറെ നമ്മുടെ സഹോദരിമാര് ഓഡിറ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നത് മെറ്റേണിറ്റി ലീവ്. എന്താ വെക്കേഷൻ അങ്ങോട്ട് ചേർത്തത് ലീവ് കൊടുക്കും അല്ലേ? എപ്പോഴാ കുട്ടിയുടെ ഡെലിവറി ഉണ്ടായ? മാർച്ച് 31-ന് കുട്ടിക്ക് ഡെലിവറി. HM കാണാൻ വന്നു. കുട്ടിക്ക് എന്താ പറയാ വന്നു, നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചോദിച്ചു ടീച്ചർ, അല്ല മാഷേ ഞാൻ എപ്പോഴും ലീവ് ഉള്ളത്? സാരല്ല കുട്ടി, ഒരു കുഴപ്പം, 2 മാസം ലീവ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ടീച്ചർക്ക് സന്തോഷം, എത്ര അവിടെ ഉണ്ട്. അപ്ലൈ നന്നായിട്ട് എന്ത് ചെയ്തു? ഒരു 6 മാസം 108 കോഴ്സ് അവിടെ നിന്ന് കിട്ടി. ജൂൺ മുതൽ അങ്ങനെ കിട്ടി. ഇവിടെ 2 മാസമായി കിട്ടി. നമ്മൾ 8 മാസം ലീവ് ഒക്കെ അനുവദിച്ചു. പിന്നെ വേണമെങ്കിൽ 2 മാസം കൂടി എന്താണ് എല്ലാം എടുത്ത് എന്ത് ചെയ്തു? തിരിച്ചു വന്നു. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് എന്ത് ഈ ഓഡിറ്റർമാർ വന്ന് ചോദിച്ചു പഴയ നോട്ടീസ് വന്നിട്ട് എന്താ പ്രശ്നം? കാലത്ത് എടുത്ത ലീവ് എന്താ മെറ്റേണിറ്റി ലീവ്? കുട്ടിയുടെ ജനനം എന്ന് തുടങ്ങിയോ അന്ന് അവൈൽ ചെയ്യണം. അല്ലെങ്കിൽ മിനിമം എന്തെങ്കിലും വേണം. ജനനം എന്നാണോ അന്ന് മുതൽ എന്ത് ചെയ്യണം? മെറ്റേണിറ്റി ലീവ് അവൈൽ ചെയ്യണം എന്നുള്ളതാണ് അല്ലേ? ഇത് ജനിച്ചു വെച്ച് 2 മാസം കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് മെറ്റേണിറ്റി ലീവ് അപ്ലൈ. ഇനി നിങ്ങൾ നേരത്തെ മറുപടി എന്ന് പറയും. Is she eligible to avail maternity leave according to case? ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഇത് തന്നെയാണ്.